ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പ്രിൻറ്റിങ്ങിനായിട്ട് JPG ഫയൽ എങ്ങനെ റിപ്പ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി റിപ്പിംഗ് സോഫ്റ്റ്വെയർ അൾട്രാ പ്രിൻ്റ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പേജ് സെലക്ട് ചെയ്യുക. മുകളിൽ ഫയലിൽ ന്യൂ എന്നോ Ctrl+N എന്നോ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് വരും. അതിലേക്ക് ഇമ്പോർട്ടിൽ പോയിട്ട് ഏത് ഫയലാണോ റിപ്പ് ചെയ്യേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്യുക. JPG ഫയൽ, PDF ഫയൽ, പിന്നെ TIFF ഫയൽ. TIFF ആയിരിക്കും ഏറ്റവും കൂടി ബെറ്റർ. റിപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ TIFF ഫയലായിരിക്കും ചെയ്യാൻ എളുപ്പം. ഫയൽ റെഡി ആയതിനു ശേഷം ഔട്ട്പുട്ട് സൈസ് റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ മീഡിയക്ക് കണക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. പ്രിന്റ് ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രിന്റ് നമുക്ക് ഹെഡ് എത്ര പാസിലാണോ അടിക്കേണ്ടത് അതിനുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കാണാൻ പറ്റുക. 2 പാസ്, 3 പാസ്, 4, 6, 8 അങ്ങനെ ഹെഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഒരു ഫയൽ 2 പാസിലാണ് റിപ്പ് ചെയ്യുന്നതാണെങ്കിൽ സോഫ്റ്റ്വെയറിൽ നമുക്ക് അത് 4 പാസ് ആയിട്ട് അടിക്കാനും പറ്റും. ഇതിൽ നമ്മൾ 3 പാസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്ലോത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഇങ്ക് ലിമിറ്റിൽ ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതായത് CMYK കളർ എത്ര പെർസെൻറ്റേജ് ആണ് കൂട്ടേണ്ടത് എന്ന് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇത് 6, 5 ഒക്കെ നോർമലാണ്. ഇത് സിംഗിൾ ആണ്. സിംഗിൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സിംഗിൾ കളേഴ്സിൽ ഏതൊക്കെയാണ് കൂട്ടേണ്ടത് അതിവിടെ ചേഞ്ച് വരുത്താൻ പറ്റും. അതൊക്കെ 0-ലാണ് വെക്കുന്നത്. ടോട്ടൽ നമുക്കൊരു 6 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അതിനുശേഷം പ്രിന്റ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രിന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഫയൽ ഏത് ഫോൾഡറിലേക്കാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് റിപ്പ് ഫയലായിട്ട് സേവ് ചെയ്ത് കിട്ടും. ഫയലിന്റെ സൈസിനും ക്വാളിറ്റിക്കും അനുസരിച്ച് റിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതിങ്ങനെ 100 വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് റിപ്പിലേക്ക്. നമ്മളിപ്പം ഇട്ട ഫയൽ കൺവേർട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രിന്റിങ്ങിന്റെ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. പ്രിന്റർ മാനേജർ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആഡ് എന്ന ബട്ടൺ കാണാം, ഒരു പ്ലസ് കാണാം. അതിൽ ആഡ് ജോബ് ചെയ്തതിനു ശേഷം ആ ഫയലിൽ ഒരു ഫോൾഡറിൽ ആ ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടോപ്പിൽ അത് എത്ര പാസിലാണോ റിപ്പ് ചെയ്തത് അത് ഇവിടെ കൊടുക്കുക. 3 പാസിലാണ്. ഇപ്പോൾ 3 പാസിൽ റിപ്പ് ചെയ്ത സാധനം നമുക്ക് 6 പാസിൽ അടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോർമലി 3 പാസിനാണ് കൊടുക്കുന്നത്. പിന്നെ അത് ഹെഡിൻ്റെ സ്പീഡും മീഡിയൻ്റെ സ്പീഡൊക്കെ ഇതിലുണ്ട്. സ്റ്റെപ്പ് അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം സെറ്റ് ചെയ്യുക. ഇതാണ് ഡിസ്പ്ലേ. ഇനി ആ സോഫ്റ്റ്വെയറിൽ ഡയറക്റ്റ് പ്രിന്റ് കൊടുത്താൽ പ്രിന്റ് വരുന്നതായിരിക്കും.